അത് നിന്റെ പിന്നെ മോൻ ചുമ്മാ പറഞ്ഞതാണ്ടാ. ഇല്ല, എന്റെ നന്ദു എന്റെ അണ്ണെന്നുള്ള കാര്യം അപ്പോഴപ്പോൾ വിളിച്ചു പറയുന്നത്. അങ്ങനെയുള്ള കാര്യമാണ്. ഇപ്പം ഭയങ്കരനാണ് മക്കളെ. അവനെ ഇവൻ മെനിഞ്ഞാന്ന് നാരായണ നിന്റെ പറയണ്, നിങ്ങൾക്ക് ബോണസ് കിട്ടി, നിങ്ങൾ 1 കവർ മിക്സർ വാങ്ങിച്ചിട്ട് തരാണ്ട്. അതങ്ങനെ നിങ്ങൾക്ക് പെൻഷൻ കിട്ടി, നിങ്ങളെന്തുകൊണ്ടാ മക്കള് വരെയാണ്. ഇന്നലെ വിളിച്ച് ചോദിച്ച് അച്ഛൻ വീട്ടിൽ വന്ന അമ്മച്ചി മോള് വന്ന. ഞാൻ പറഞ്ഞില്ല, സത്യത്തിൽ ഞാൻ കണ്ടില്ല, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോഴും അമ്മച്ചിക്കാര് പറയണ്, വന്നണ്ണ മോളിവിടെ വന്ന് എന്ന് വിളിച്ചു പറയണ് കരഞ്ഞുകൊണ്ട്. എന്താ കൂട്ടുകാരന്റെ പേര്? ശരത്ത്. ശരത്ത് രാവിലെ ഓടി കുഴഞ്ഞ എവിടെ പോന്ന് രണ്ടുപേരും കൂടി? ഏടെ അങ്ങനെയുള്ള അവൻ പൈക്കൊന്നും ആയിട്ടില്ല മക്കളെ. പിന്നെ മക്കളെ കാര്യം അവിടെ ആണെങ്കിൽ ആരായിരുന്നു ഇപ്പം അവൾ കേട്ടായിരിക്കും വേണം ഒന്നിനെ പറയണ്ട. അവളാണെങ്കിൽ സത്യം പറയണമെങ്കിൽ അതെല്ലാം കിടന്ന് കഷ്ടപ്പെടുന്നെന്നറിയാം. കഷ്ടപ്പെട്ട് ഇവിടെ നിന്ന് ഈ ഓറയും എന്നാ എന്ത് രസമാണ്. വേഗം ഇനി ഇറങ്ങും. അവരെ കടയിലും കുറച്ച് നുണ പറയും. എടാ പോടാ, അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഞാൻ അവിടാണ് മുറുക്കാൻ വായിക്കും മക്കളെ. എന്നിട്ട് കുറച്ചു നേരം അവരോടെ ഇരിക്കും. ഞാൻ കണ്ടിട്ടുണ്ടല്ലോ എത്ര ദിവസം. അന്ന് നിന്നെ എവിടെ കൊണ്ടുവന്ന വഴി അന്ന് കണ്ടില്ലടാ. നമ്മള് അവിടെ ചായ അങ്ങോട്ട് വരും. നിങ്ങളും വരണം. ഓണം അച്ഛാ നടക്കാൻ വയ്യാന്ന്, കാല് വയ്യാന്ന്. ഞാൻ ഇവിടെ പോവാന്ന് പറഞ്ഞിരിക്കല്ലേ കഷായ ആശുപത്രിയിൽ. അപ്പൊ നിന്റെ അമ്മ ഇന്നലെ വിളിച്ചവൻ പറഞ്ഞ് അങ്ങനെ വിളിച്ചവൻ പറഞ്ഞ 5-6 ദിവസം കഴിഞ്ഞു പോവാന്ന്. വാണല്ലേ അവിടത്തെ അപ്പാപ്പനും തടവിച്ച് അപ്പാപ്പന് കാലൊടിഞ്ഞു ഇന്നാള് സൈക്കിൾ കഴിഞ്ഞവിടെ കാല് വേദനയെന്ന്. അയ്യോ മറിച്ചിടല്ലേ, കളിയും വീണാലും കുഴപ്പമില്ല. ചേട്ടന്റെ പണിയൊക്കെ ഇതാരുടെ ഷർട്ടാ? അതിന് 2 എണ്ണം അങ്ങ് കൊടുക്കാണ്ട് കണ്ടാ അത് 2 എണ്ണം അങ്ങ് കൊടുക്കാൻ എന്താ അങ്ങ് മറിക്കൊണ്ട് പോയിട്ടാ ഓടി.